എന്താണ് അമ്മായിച്ചനെ മരുമോൻ കണ്ടാല്? എന്തേലും ഭൂകമ്പം നടക്കുവോ? എന്റെ അച്ഛന്റെ ആത്മാവ് അയാളുടെ ശരീരത്തിൽ കയറിയപ്പോ അയാൾ എന്തെങ്കിലും സത്യങ്ങൾ വിളിച്ചു പറയാൻ തുടങ്ങിയോ? എന്ത് സത്യം? അത് അയാളെ കണ്ടെങ്കിൽ മാത്രമേ തിരിച്ചറിയാൻ പറ്റൂ. എന്തായാലും അവൻ പോയതല്ലേ അയാളെ കാണണമെന്ന് പറഞ്ഞ്. കണ്ടിട്ട് വരട്ടെ. അങ്ങനെ വന്നാ അയാളുടെ നാവിന്ന് വേണ്ടാത്ത ചില വർത്തമാനങ്ങൾ വരുന്ന കൂട്ടത്തില് വേണ്ട ചില വർത്തമാനങ്ങൾ വന്നാലോ? അച്ഛനിപ്പം എന്ത് പറഞ്ഞാലും അതൊക്കെ നടന്ന കാര്യങ്ങളൊന്നും അല്ല. അതങ്ങനെ നിനക്കറിയാം. എന്റെ അച്ഛൻ അയാളെ കൊണ്ടെന്തെങ്കിലും പറയിക്കുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും സത്യം ഉണ്ടെങ്കിലോ? അച്ഛനെ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണിച്ചേ പറ്റൂ. ഡോക്ടറെ കണ്ട അസുഖം മാറിക്കഴിഞ്ഞാ പ്രതാപൻ പഴയ പ്രതാപനാവും. പിന്നെ അയാളുടെ നാവിൻ തുമ്പത്ത് സത്യങ്ങൾ വരില്ല. കണ്ണേട്ടനെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന? ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ, ഒന്നും അധിക നാൾ മൂടി വെച്ചുകൊണ്ട് നടക്കാൻ പറ്റില്ല. എന്റെ അച്ഛൻ മരിച്ചതൊരു ലോറി ആക്സിഡന്റില്ല. വലിയൊരു മഴയത്ത് ആ ലോറി പാഞ്ഞു വരുന്നതും ഞങ്ങളുടെ ബുള്ളറ്റിനെ ഇടിച്ചു തെറിപ്പിക്കുന്നതും ഞാൻ കണ്ടതാ. പിന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം നടന്ന അന്നാ. ആ ദുരന്തത്തിന് കാരണക്കാരനായവനെ പിന്നീട് ഒരുപാട് കാലം ഞാൻ അന്വേഷിച്ചു നടന്നു. പോലീസ് അവനെ തെരഞ്ഞു, പക്ഷെ ഒരു തുമ്പും കിട്ടിയിട്ടില്ല. ആ ലോറി ഡ്രൈവർ നിന്റെ അച്ഛനാണോ? അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാ എന്റെ അച്ഛന്റെ ആത്മാവ് അയാളുടെ ശരീരത്തിൽ കയറിയത്? ആ ശരീരം ഒരു വൃത്തികെട്ട ശരീരമാണെന്ന് ആത്മാക്കൾക്ക് തിരിച്ചറിയാം. എന്നിട്ടും അയാളെ പിന്നെ എന്റെ അച്ഛൻ ശല്യം ചെയ്യുന്ന എന്തുകൊണ്ടാ? അതേ പറ്റിയെന്ന് എനിക്ക് അറിയില്ല കണ്ണേട്ടാ. അറിയാത്ത കാര്യങ്ങൾ അറിയിക്കാനും അത് പുറത്തു കൊണ്ടുവരാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒത്തുവരും. പാപത്തിന്റെ പരിഹാരം ഈ ഭൂമിയിൽ വെച്ച് തന്നെയാ എല്ലാവരും അനുഭവിച്ചു തീർക്കേണ്ടത്, അല്ലാതെ മരിച്ചിട്ടല്ല. എന്റെ അച്ഛനോട് ആര് പാപം ചെയ്താലും അവന്റെ ജീവിതം ഇനി അങ്ങോട്ട് നീയൊക്കെ ചിന്തിക്കുന്നതിന് അപ്പുറമായിരിക്കും. ഇയാളിനി എന്തെങ്കിലും അറിഞ്ഞോ? ഓ, എല്ലാം ചെയ്തു വെച്ചിട്ട് വിളിക്കുന്നുണ്ട്. ഡോക്ടർ സെൽവരാജും മിടുക്കന. അവിടെ ഒരു ദിവസം കിടക്കുമ്പോഴേക്കും പ്രതാപന്റെ എല്ലാ അസുഖവും മാറും. അതുകൊണ്ടാ ഞാനൊരു സാഹസം കാണിച്ചത്. ഇപ്പോ മോളുടെ മുത്തശ്ശി അവിടെ ഉണ്ട്. അവര് വന്ന ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഉണ്ണിയേട്ടനും ഉണ്ണിയേട്ടന്റെ അമ്മയും ഒക്കെ അച്ഛനെ കാണണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കുക. ഞാനും അവരെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് കമലേശ്വരത്ത വല്യേട്ടന് എന്തൊക്കെയോ സംശയം ഉണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. അതുപോലെ മുള്ളുവെച്ച സംസാരം അയാളുടേത്. മോളെ, അന്ന് 7-ാം മാസത്തിലെ ചടങ്ങിന് ശേഷം മഹാലക്ഷ്മിക്കും മോഹിനിക്കും ഒപ്പം കണ്ണൻ മോളുടെ വീട്ടിലേക്ക് പോയായിരുന്നല്ലോ. ആ സമയത്തെങ്ങാനും പ്രതാപൻ പണി പറ്റിച്ചോ? അതാണ് എന്റെയും സംശയം. എന്തായാലും പ്രതാപൻ എന്റെ പേര് കണ്ണനോട് പറഞ്ഞിട്ടില്ല, അതുറപ്പാ. ഞാനിതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് നയത്തിൽ കണ്ണനെ ഒന്ന് വിളിച്ചായിരുന്നു. ആ സമയത്ത് അവന്റെ സംസാരം കേട്ടിട്ട് എന്നെ സംശയമുള്ളതായിട്ട് തോന്നിയില്ല. എന്തായാലും ഇപ്പോഴെങ്കിലും അച്ഛനെ ചികിത്സിപ്പിക്കാൻ കൊണ്ടുപോയത് നന്നായി. അല്ലെങ്കിൽ അമ്മാവന്റെ പേരും അച്ഛൻ വിളിച്ചു കൂവിയേനെ. ഞാനും മുത്തശ്ശിയൊക്കെ അങ്ങനെയല്ലേ അമ്മാവന്റെ പേരും അറിഞ്ഞത്. അമ്മാവനാണ് കൊലപാതകത്തിന്റെ സൂത്രധാരനെന്ന് അച്ഛൻ തന്നെയല്ലേ ഞങ്ങളോടും പറഞ്ഞത്. മോളെ, ഒരാള് കൊട്ടേഷൻ ഏറ്റെടുത്തിട്ട് അവന്റെ കർമ്മം ചെയ്ത് കഴിഞ്ഞാല് പിന്നെ മരണം മുന്നിൽ കണ്ടാലും സത്യം പറയരുത്. ഇത്രയും കാലം അച്ഛൻ സത്യം ആരോടും പറഞ്ഞില്ലല്ലോ. ഇവിടെ ഇപ്പൊ പറയുന്നത് അച്ഛനല്ലല്ലോ, അച്ഛന്റെ ദേഹത്ത് കയറിയിരിക്കുന്ന ആത്മാവല്ലേ. ജീവിച്ചിരുന്നപ്പോ ആ വിശ്വനാഥൻ എനിക്ക് സ്വസ്ഥത തന്നിട്ടില്ല. മരിച്ചു കഴിഞ്ഞപ്പോഴും അങ്ങനെ തന്നെ. കുറെ കാലം ആത്മാവ് അടങ്ങി ഒതുങ്ങി നടക്കുകയായിരുന്നു. പിന്നെ 10-20 വർഷങ്ങൾക്ക് ശേഷം അവൻ ഇപ്പോഴെന്തിനാ വന്നെന്നാ ഞാൻ ആലോചിക്കുന്നത്. എന്റെ ജീവിതം തൊലയ്ക്കാൻ തന്നെ. അതുകൊണ്ട് ഇപ്പൊ എല്ലാവരുടെയും മുന്നിലും ഭയന്ന് നിൽക്കേണ്ട ഗതികേടാ.
മോളെ, ആർക്കും ഒരു സംശയത്തിനും ഒരിടം കൊടുക്കരുത്. ദുർഗയും ഉണ്ണിയും ഒക്കെ ഇപ്പം നമ്മുടെ സൈഡാ. പക്ഷേ അന്ന് ആക്സിഡന്റിൽ മരിച്ചത് ദുർഗയുടെ ഭർത്താവാ, ഉണ്ണിയുടെ അച്ഛനാ. ആ ബന്ധം അറുത്തുമാറ്റിയത് ഞാനും നിന്റെ അച്ഛനുമാണെന്ന് അറിഞ്ഞാൽ അവര് നിന്നെ എന്നെയും പിന്നെ സ്നേഹിക്കത്തില്ലെന്ന് മാത്രമല്ല, അടുപ്പിക്കത്തുമില്ല. പിന്നെ അവരുടെ 7 അയലത്ത് പോലും നമുക്ക് പോകാൻ പറ്റത്തില്ല മോളെ. അതുകൊണ്ടാ ഞാൻ എല്ലാം സഹിക്കുന്നത്. മോളെ, പ്രതാപന്റെ അസുഖം മാറിക്കഴിഞ്ഞാൽ പിന്നെ പേടിക്കാനൊന്നുമില്ല. അവന്റെ നാവ് പിന്നെ നടന്നതൊന്നും പറയത്തില്ല. അതിനു മുൻപ് പറഞ്ഞെങ്കിലോ? അമ്മാവൻ സംശയിക്കുന്ന പോലെ അന്ന് എന്റെ വീട്ടിൽ കണ്ണേട്ടം വന്നപ്പോ അച്ഛൻ അയാളോടെല്ലാം പറഞ്ഞെങ്കിലോ? അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. കണ്ണനും അവന്റെ അച്ഛനും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി നിനക്കറിയാവില്ല മോളെ. അവന്റെ അച്ഛനെ കൊന്നത് പ്രതാപനാണെന്നറിഞ്ഞാൽ അവൻ തൂങ്ങും. കണ്ണൻ അവനെ കെട്ടി തൂക്കും. ആ സമയത്ത് നിന്റെ അച്ഛനല്ലേ ആള് എന്റെ പേര് വിളിച്ചു പറയുമെന്നുള്ളത് ഉറപ്പാ. അങ്ങനെ വന്നാൽ നിന്റെ അച്ഛന് കിട്ടുന്നതിനേക്കാൾ ശിക്ഷയായിരിക്കും എനിക്ക് അവൻ തരുന്നത്. അതുകൊണ്ട് ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ഈ പ്രശ്നം പരിഹരിക്കണം, എത്രയും പെട്ടെന്ന്. അതിനിടയ്ക്ക് ഒരു നോട്ടം കൊണ്ടുപോലും മോൾ ആർക്കും ഒരു സംശയത്തിനിടം കൊടുക്കരുത്. ശരി മോളെ. മോളെ, ഇപ്പോഴത്തെ ഒരവസ്ഥയൊക്കെ അറിയാലോ. ഈ ഒരവസ്ഥയിൽ മോള് ഇങ്ങനെ വിഷമിക്കല്ലേ. വെറുതെ മനസ്സ് വേദനിപ്പിക്കല്ലേ. കണ്ണേട്ടൻ എന്തോ അറിഞ്ഞിട്ടുണ്ടമ്മേ. അതെപ്പോഴാണെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞിരിക്കുന്നത് അയാള് തന്നെയാ, ആ വാമദേവൻ. അന്ന് ചടങ്ങ് നടക്കുമ്പോ സത്യങ്ങൾ അനന്തു എന്തിനാ അയാളോട് പറഞ്ഞത്? അത് അങ്ങനൊരു സാഹചര്യം ആയിപ്പോയതുകൊണ്ട് അമ്മ. മോളെ, അയാൾ അത്ര നല്ലവനൊന്നും അല്ല. അയാളുടെ മോൻ തളർന്നു കിടക്കുന്നതിന്റെ ദേഷ്യം അയാൾക്ക് എല്ലാവരോടും ഉണ്ട്. എന്ന് മാത്രല്ല, അയാളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ട് മോളെ. കഴിഞ്ഞ ഒരു ദിവസം അയാൾ ഇവിടെ വന്നപ്പോ അയാളോട് പ്രതാപേട്ടൻ ചൂടായി. എന്നിട്ട് എന്തൊക്കെയോ വിളിച്ചു പറയാനായിട്ട് പോയപ്പോ കരുണയുടെ മുത്തശ്ശി പ്രതാപേട്ട വായ പൊത്തിപ്പിടിക്കുകയായിരുന്നു. എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ ഇന്ന് പ്രതാപേട്ടന്റെ കൈയും കാലും ഒക്കെ കെട്ടി അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതും അതേ വാമേട്ടൻ തന്നെയാ. അയാൾക്കെന്താ ഇതിലൊക്കെ ഇത്ര വലിയ താല്പര്യമൊന്നും മനസ്സിലാവുന്നില്ല മോളെ. അയാളിനി ഇത് വെച്ച് വിലപേശൽ നടത്തുമെന്ന് എന്റെ പേടി. ലേഖ അനന്തുമൊക്കെ എന്താ മോളെ പറയുന്നത്? കണ്ണേട്ടൻ എങ്ങനെയാ ഇത് അറിഞ്ഞെന്ന് തന്നെ അവരും പറയുന്നത്. എങ്കിലും അതേപ്പറ്റി തുറന്നു ചോദിക്കാൻ അവർക്കും കഴിയുന്നില്ല. കണ്ണേട്ടനൊന്നും അറിഞ്ഞിട്ടില്ലെങ്കിൽ എല്ലാം തുറന്നു പറയുന്നത് അബദ്ധമല്ലേ അമ്മ? ഇതിങ്ങനെ വളർത്തിക്കൊണ്ടു പോയാ അത് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്നത് മോൾക്കും മോളുടെ കുഞ്ഞിനും ഒക്കെയാ. കണ്ണനുമായിട്ടുള്ള പിണക്കം മാറ്റണം മോളെ. കണ്ണനെ പിരിഞ്ഞ് ഒരിക്കലും മോൾക്ക് ജീവിക്കാൻ പറ്റില്ല.
ഒരു ദിവസം പോലും കണ്ണേട്ടൻ വിളിച്ചില്ലെങ്കിൽ അന്നത്തെ ദിവസം ആഹാരം കഴിക്കാനോ ശരിക്കൊന്ന് ഉറങ്ങാനോ പോലും എനിക്ക് പറ്റില്ല. എനിക്കും കണ്ണേട്ടൻ മുഖം തരുന്നില്ലമ്മേ. വിളിച്ചപ്പോലും എടുക്കുന്നില്ല. ഇനി കണ്ണേട്ടൻ എന്നെ വേണ്ടെന്ന് വയ്ക്കോ? അതിന് കണ്ണിന് പറ്റുമോ മോളെ? കണ്ണേട്ടൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് കണ്ണേട്ടന്റെ അച്ഛനെയാ. ആ അച്ഛന്റെ കൊലപാതകമാ ഞാൻ മറച്ചു വെച്ചത്. അത് വലിയ തെറ്റായി പോയെന്ന് ഇപ്പൊ എനിക്ക് തോന്നുക. എന്നാൽ അതൊട്ട് ഈ വൈകിയ വേളയിൽ തുറന്നു പറയാനുള്ള ധൈര്യം എനിക്ക് കിട്ടുന്നില്ല. എന്താ ചെയ്യണ്ടെന്ന് എനിക്ക് അറിയില്ലമ്മ. കണ്ണേട്ടന്റെ മനസ്സിൽ എന്താന്ന് എനിക്ക് അറിയില്ല. മോളെ കരയില്ലേ? അനന്തേട്ടനറിയാലോ, കണ്ണേട്ടൻ്റെ അമ്മാവനാ ഞങ്ങളുടെ കല്യാണം നടത്തിയത്. കണ്ണേട്ടൻ്റെ അമ്മാവനുമായിട്ട് കരുണയുടെ അച്ഛന് വളരെ നേരത്തെയുള്ള പരിചയമാ. അമ്മയുടെ സംശയം വെച്ചിട്ട് കണ്ണേട്ടൻ്റെ അമ്മാവന് ഇതിലെന്തേലും ഒരു പങ്കുണ്ടോ എന്നൊരു സംശയം. നേരത്തെ അമ്മ ഇതുപോലുള്ള സംശയങ്ങളൊക്കെ പ്രകടിപ്പിച്ചതാ. കണ്ണൻ്റെ അച്ഛൻ്റെ കൺസ്ട്രക്ഷൻ കമ്പനിയിലാ അയാൾ ജോലി ചെയ്തിരുന്നത്. ഈ അപകടം ഒരു കൊട്ടേഷനാണോ? ഒന്നും അറിയില്ല. കരുണയുടെ അച്ഛനാണ് ബൈക്കിലേക്ക് ലോറി കയറ്റിയതെന്ന് എങ്ങനെ നമ്മൾ അറിഞ്ഞ്? മഹി പോലും മറച്ചു വെച്ചിരുന്ന സത്യം യഥാർത്ഥ കൊലയാളി തന്നെയാണ് പുറത്ത് പറഞ്ഞത്. അതുപോലെ തന്നെ ഇപ്പൊ മഹി പറഞ്ഞതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടെങ്കിൽ അതും അധികം വൈകാതെ പുറത്തു വരും. ഒന്നും അധികകാലം ആർക്കും മൂടിവെക്കാൻ പറ്റില്ല. ഒരു കാര്യം എനിക്കറിയാം മഹി, കണ്ണൻ്റെ അമ്മ മരിച്ചത് അവൻ്റെ അച്ഛന് വലിയ ഷോക്കായിരുന്നു. പിന്നൊരു വിവാഹത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിച്ചതാ. എന്നിട്ടും കണ്ണൻ്റെ അച്ഛൻ വഴങ്ങിയില്ല. അവസാനം അയാളുണ്ടല്ലോ വാമദേവൻ, സ്വന്തം പെങ്ങളെ കമലേശ്വരത്ത് കൊണ്ടുവന്ന് നിർത്തി. അവിടെ വന്ന് നിന്ന ദുർഗ എന്ന കണ്ണൻ്റെ രണ്ടാനമ്മ വീടൊക്കെ നന്നായി നോക്കി നല്ല ഭക്ഷണവും വെച്ച് വിളമ്പി. അതിലുപരി കണ്ണനെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നത് പോലെ അഭിനയിച്ചു. അതിലൊക്കെ വീണുപോയ കണ്ണൻ്റെ അച്ഛൻ തൻ്റെ മകനെ നോക്കാൻ ഒരാൾ വേണമല്ലോ, ഒരമ്മ വേണമല്ലോ എന്ന് കരുതിയാ അവരെ കണ്ണൻ്റെ രണ്ടാനമ്മയാക്കിയത്. അതീ പറയുന്ന വാമന്റെ ബുദ്ധിയായിരിക്കും. അല്ലാതെ പിന്നെ അന്നൊക്കെ ഉണ്ണിയുടെ അമ്മയെ കാണാൻ നല്ല ചന്തമായിരുന്നു. അവർക്ക് വേറെ ബന്ധങ്ങളും കിട്ടുമായിരുന്നു. അതൊക്കെ ഒഴിവാക്കിയിട്ട് അവര് കണ്ണന്റെ വീട്ടിലേക്ക് വന്നത് കോടിക്കണക്കിനുള്ള കണ്ണന്റെ അച്ഛന്റെ സ്വത്തുക്കൾ കണ്ടിട്ട് തന്നെയാ. വാമദേവൻ എന്ന കുറുക്കനായിട്ടുള്ള മനുഷ്യൻ സ്വന്തം പെങ്ങളെ രണ്ടാം കെട്ടുകാരന് കൊടുത്തത് കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഭരിക്കാൻ വേണ്ടി തന്നെയാ. അങ്ങനെയുള്ള ആളെ എപ്പോഴെങ്കിലും കണ്ണേട്ടന്റെ അച്ഛൻ സംശയിച്ചോന്നറിയില്ല. കണ്ണനേക്കാൾ സ്ട്രിക്റ്റ് ആയിരുന്നു ബിസിനസിന്റെ കാര്യത്തിൽ കണ്ണന്റെ അച്ഛൻ. ആര് തെറ്റ് ചെയ്താലും അവരോടൊന്നും പൊറുക്കില്ലായിരുന്നു. വാമദേവനെ പോലൊരാള് കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ കമ്പിയിലും സിമന്റിലും വെള്ളം ചേർക്കാനുള്ള സാധ്യത കൂടുതൽ. അങ്ങനെ കസ്റ്റമേഴ്സിനോട് കള്ളം ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കണ്ണന്റെ അച്ഛൻ അയാളെ തൂക്കിയെടുത്ത് വെളി കളയുന്നുള്ള കാര്യം ഉറപ്പാ. അങ്ങനെ സംഭവിക്കാൻ പോകുന്നു എന്നറിഞ്ഞാ അയാൾ എന്തും ചെയ്യില്ല അനന്തുവേട്ടാ. ചെയ്യും. അതുകൊണ്ട് മഹിയുടെ അമ്മയുടെ സംശയം 100% തള്ളിക്കളയാൻ പറ്റില്ല. പിന്നെ ഉണ്ണിയുടെ അമ്മ അയാളുടെ സ്വന്തം പെങ്ങളാ. സ്വന്തം പെങ്ങളെ വിധവയാക്കാൻ ഒരാങ്ങളെ ശ്രമിക്കുന്നുള്ള സംശയം നിലനിൽക്കുന്നുണ്ട്. ഏതു ദുഷ്ടനും പെങ്ങളോടൊരല്പം സ്വല്പം സ്നേഹമൊക്കെ കാണുമല്ലോ. എന്തായാലും അയാളുടെ ഇപ്പോഴത്തെ പ്രവൃത്തികളിൽ എന്റെ അമ്മ പോലും സംശയിച്ച സ്ഥിതിക്ക് അത് നമ്മൾ സീരിയസ് ആയിട്ട് കാണണം അനന്തുവേട്ടാ.
അതെ, തിളപ്പിച്ചാറ്റിയ പാല കുടിക്ക്. കുറെ നേരമായിട്ട് ആലോചനയുടെ ആലോചനയല്ലേ? ഈ ചൂട് പിടിച്ച തലയൊന്ന് തണുക്കട്ടെ. ദാ. അല്ല, എന്തുവാ ഈ ആലോചിച്ച് കൂട്ടുന്നേ? ഇനിയും ആരെങ്കിലും കൊല്ലാൻ പ്ലാനുണ്ടോ? എന്റെ ശ്രീമന്തിനി, എന്നെക്കാളിലും ടെൻഷനിൽ നടക്കുകയാണ് ഒരുത്തി. വാലിൽ തീ പിടിച്ചതുപോലെ. മഹാലക്ഷ്മിയുടെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞേ. അവൾക്കെന്താ കുഴപ്പം? അവള് കണ്ണനും കണ്ണന്റെ അച്ഛനും ഉണ്ടായ അപകടം നേരിട്ട് കണ്ടു എന്നല്ലാതെ അവള് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. എടീ, അത് കണ്ണനെ സംബന്ധിച്ചിടത്തോളം വലിയ തെറ്റാണ്. കണ്ട കാര്യം ഈ നിമിഷം വരെ അവൾ കണ്ണനോട് പറഞ്ഞിട്ടില്ല. അവൻ മഹാലക്ഷ്മിയെ ജീവന് തുല്യം സ്നേഹിക്കുമ്പോഴും അവൾ ആ സത്യം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് നടക്കുകയായിരുന്നു. അതാ അവള് കാണിച്ച ഏറ്റവും വലിയ അബദ്ധമാണ്. വ്യക്തമായി പറഞ്ഞാൽ അവളുടെ നിർഭാഗ്യവും നമ്മുടെ ഭാഗ്യവുമാണ്. അല്ല, നമ്മുടെ ഭാഗ്യം എങ്ങനെയാവുന്നേ? അതെങ്ങനെയാണെന്നൊക്കെ ഞാൻ വഴിയേ പറയാം. ചില കണക്കൂട്ടലുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുവാടി ഞാൻ. നടന്ന സംഭവങ്ങളൊക്കെ കണ്ണൻ അറിഞ്ഞാൽ നമ്മുടെ മോടെ കല്യാണത്തിന് കണ്ണൻ സഹകരിക്കുമോ എന്നുള്ള സംശയം നിനക്കുണ്ടല്ലോ. അവൻ സഹകരിക്കണ്ട. അവൻ സഹകരിക്കാതെ തന്നെ സാദിമോളുടെ കല്യാണം നടത്താൻ പറ്റുമെന്നാ ഞാൻ ആലോചിക്കുന്നത്. നിങ്ങളും നിങ്ങളുടെ മോനും ഒക്കെ മനസ്സിൽ കണക്ക് കൂട്ടുന്നതൊന്നും നടക്കാൻ പോകുന്നില്ല. എന്തെങ്കിലും ഒരു നല്ല കാര്യം ചിന്തിച്ച് അത് നടപ്പിലാക്കാൻ നോക്കുമ്പോ ഇതുപോലെ മുടക്കം പറയുന്ന ഒരു ഭാര്യ ഈ ലോകത്ത് കാണത്തില്ല. നിന്റെ ഈ നാവാടി എല്ലാ തകർച്ചയ്ക്കും കാരണം. അല്ലാതെ അച്ഛന്റെ മോന്റെ പ്രവൃത്തികൾ കൊണ്ടല്ല. ഇപ്പോ സ്വാതിമോളുടെ കല്യാണത്തെക്കാളും മുന്നേ ചെയ്യേണ്ടത് മേഘന്റെ ചികിത്സയാ. നേരത്തെ അവനെ 1-2 തവണ തോമസ് വൈദ്യന്റെ വീട്ടിൽ കൊണ്ടുപോയി. അയാൾ ഇതുവരെ പ്രതീക്ഷ ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ മറ്റേതെങ്കിലും നല്ല ഡോക്ടറെ കൊണ്ടുപോയി ചെറുക്കനെ കാണിക്കണ്ടേ? അതൊക്കെ നടക്കുവടി. അതിനുള്ള വകുപ്പാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. എന്തായാലും നാളെ രാവിലെ തന്നെ എനിക്ക് അവളെ ഒന്ന് കാണണം, മഹാലക്ഷ്മിയെ. അവളെ കണ്ടിട്ട്? അവളിപ്പോഴേ മുൾമുനയില. എന്റെ ഭാഗ്യത്തിന് അവൾക്കും ആ അനന്തൂനൊന്നും അറിയത്തില്ല ഞാനാണ് പ്രതാപന് കൊട്ടേഷൻ കൊടുത്തതെന്ന്. എന്നാ പ്രതാപനാണ് ആ അപകടത്തിന് പിന്നിലെന്ന് അവർക്കെല്ലാം അറിയാം. അതൊരു തുറുപ്പ് ചീട്ടാടി ശ്രീമന്തിനി. അത് ഞാനിങ്ങനെ കത്തിച്ചു നിർത്തും. അവസാനം കണ്ണനെല്ലാം അറിഞ്ഞിട്ട് നിങ്ങളെ കത്തിക്കരുത്. പ്രതാപനിപ്പോ നല്ലൊരു ഡോക്ടറുടെ ട്രീറ്റ്മെന്റില്ല. ഡോക്ടറെ ഞാൻ വിളിച്ചിരുന്നു. ഇപ്പൊ തന്നെ അവന് നല്ല മാറ്റമുണ്ടെന്നാ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ അവൻ നാവുകൊണ്ട് ഇനി നടന്നതൊന്നും ചെലക്കില്ല. പിന്നെ കണ്ണനോട് പ്രതാപൻ എന്തെങ്കിലും പറഞ്ഞു കാണുമെന്ന സംശയം നിങ്ങൾക്കുണ്ടല്ലോ. അത് സംശയം മാത്രമാ. 7-ാം മാസത്തിലെ ചടങ്ങ് നടന്നപ്പോ പ്രതാപൻ അവിടെ കിടന്ന് കുറെ കോമാളിത്തരങ്ങൾ കാണിച്ചല്ലോ. അത് കണ്ട് സംശയം കൂടിയിട്ടാ കണ്ണൻ എന്ന മഹാലക്ഷ്മിയുടെയും അവരുടെ അമ്മയുടെയും കൂടെ പ്രതാപന്റെ വീട്ടിലേക്ക് പോയത്. ആ സംശയം ഇപ്പോഴും കണ്ണനുണ്ട്. അതായത് മഹാലക്ഷ്മി എന്തൊക്കെയോ കണ്ണനിൽ നിന്ന് ഒളിക്കുന്നുണ്ടെന്ന് അവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അവനെ കണക്കറിയാവുന്നവനാ. കണക്കിന് 100-ൽ 100 മാർക്ക് വാങ്ങിച്ചവൻ. അതുകൊണ്ട് അവന് പെട്ടെന്നൊരാളുടെ മനസ്സ് പിടിച്ചെടുക്കാനുള്ള ബുദ്ധിശക്തിയൊക്കെയുണ്ട്. പക്ഷേ ആ സംശയം ഇനി ബലക്കരുത്. അങ്ങനെ കണ്ണൻ സത്യങ്ങളൊന്നും അറിയാതിരുന്നാൽ അതുകൊണ്ടുള്ള മെച്ചമുണ്ടാകുന്നത് നമുക്കാടി ശ്രീമന്തിനി. നീ നോക്കിക്കോ, പ്രതാപന് കൊടുത്ത കൊട്ടേഷന്റെ മുതലും പലിശയും പലിശയുടെ പലിശയൊക്കെ ഞാൻ ഈടാക്കിയിരിക്കും.
ഒരു തെറ്റും ചെയ്യുന്ന കൂട്ടത്തിലല്ല മഹി. ഇനി അറിയാതെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്കത് ക്ഷമിക്കാവുന്നേ ഉള്ളൂ. അമ്മയാകാൻ പോകുന്ന ഒരു പെൺകുട്ടിയെ ഈ സമയത്ത് ഇങ്ങനെ വേദനിപ്പിക്കാൻ പാടില്ല കണ്ണേട്ടാ. നാളെ നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ആരോഗ്യത്തോടെ ജനിക്കണമെന്ന് നിങ്ങളെപ്പോലെ തന്നെ ആഗ്രഹിക്കുന്ന കൂട്ടത്തില് ഞാനും അനന്തോട്ടനെന്നൊക്കെ പറഞ്ഞല്ലോ. കണ്ണേട്ട, ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട്. അതൊക്കെ പുഞ്ചിരിയോടെ ഞാൻ നേരിട്ടു. എന്നാ കണ്ണേട്ടൻ ചെറുതായി ഒന്ന് പിണങ്ങുന്നത്, ഒന്നും മിണ്ടാതെ മാറി നിൽക്കുന്നത് എനിക്കിത് സഹിക്കാൻ പറ്റില്ല. എന്നെ ലോറിയാ നിന്റെ അച്ഛനോടിച്ചിട്ട് ബൈക്കിലേക്ക് പാഞ്ഞു കയറിയത്. ഞാൻ പറഞ്ഞത് കള്ളമാണെന്നുണ്ടെങ്കിൽ മോന്റെ ഭാര്യയോട് പോയി ചോദിക്കേ, ലക്ഷ്മിയോട്. അന്ന് എന്റെ ലോറിയിൽ ലക്ഷ്മി ഉണ്ടായിരുന്നു. എന്തിനാ കാണണമെന്ന് പറഞ്ഞത്? വെറുതെ ഒന്ന് കാണാനും പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനുമാ. മോക്കറിയാലോ, മാസാമാസം എനിക്കും മേഘനും ഒക്കെ കണ്ണൻ ശമ്പളം തരുന്നുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും തികയുന്നില്ലെന്നേ. ലോണൊക്കെ ഒരുപാടുണ്ട് മോളെ. അത് പയ്യെ പയ്യെ അടച്ചു തീർത്താൽ തന്നെ വലിയ സമാധാനമാകും. അതിന് ഞാനെന്താ വേണ്ടത്? അയ്യോ, വേറൊന്നുമല്ല മോളെ. എന്നെ മോള് സാമ്പത്തികമായിട്ടൊന്ന് സഹായിക്കണം. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു 10 ലക്ഷം രൂപ തരണം. കണ്ണേട്ടനറിയാതെ 1 രൂപ പോലും ഞാൻ അക്കൗണ്ടിൽ നിന്ന് എടുക്കില്ല. കണ്ണനറിയാതെ വലിയൊരു സത്യം മോള് മൂടി വെച്ചോണ്ട് നടക്കുകയല്ലേ. മോടെ രണ്ടാനച്ഛനല്ലേ കണ്ണന്റെ അച്ഛനെ കൊന്നത്? അതിന് മോള് സാക്ഷിയല്ലായിരുന്നു. അത്രയും വലിയൊരു രഹസ്യം ഉള്ളി വെച്ചുകൊണ്ട് നടക്കാമെങ്കിൽ അവനറിയാതെ 10 ലക്ഷം രൂപ എനിക്ക് തന്നാലെന്താ? എന്നിട്ട് അതും മൂടി വെച്ചോണ്ട് നടന്നുകൂടായോ? നിങ്ങൾ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാണോ? അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ. പിന്നെ പറഞ്ഞ തുക എത്രയും പെട്ടെന്ന് എനിക്ക് കിട്ടിയില്ലെങ്കിലേ കണ്ണനോട് ഞാൻ സത്യങ്ങൾ പറയും. അതോടെ
നിന്റെ ദാമ്പത്യം ഗോവിന്ദ. എന്റെ ദാമ്പത്യം മാത്രമല്ല, നിങ്ങൾ എന്നെ കണ്ണേട്ടന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത് ഒരു ഭാര്യയുടെ പോസ്റ്റിലല്ല, ഒരു ജോലിക്കാരിയുടെ പോസ്റ്റിലാ. ഓ, എന്നാൽ കമലേശ്വരത്തെ മരുമകളാകാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞു വിട്ടത് കരുണയാ. ഓ, അത് അവളുടെ ഉണ്ണിയുടെയും ജീവിതം പോലും ഈ ഒരൊറ്റ സംഭവം കൊണ്ട് തകരും. മരണപ്പെട്ടത് കണ്ണേട്ടന്റെ അച്ഛൻ മാത്രമല്ല, ഉണ്ണിയുടെയും കൂടെയാ. അറിയാം മോളെ, എല്ലാം അറിയാം. ആരുടെ ജീവിതം തകർന്നാലും എനിക്ക് പണം വേണം. അല്ലെങ്കിലും ഉണ്ണിയും കരുണയും തമ്മിൽ അത്ര നല്ല ലോഹ്യത്തിലൊന്നും അല്ലല്ലോ പോകുന്നത്. അവര് രണ്ടായിരുന്നാലും ആ പെണ്ണിന് ജീവിക്കാനുള്ള ആസ്തിയൊക്കെ ഉണ്ട്. അവളുടെ അച്ഛൻ ജയിലിൽ പോയാ അതുണ്ടാവണമെന്നില്ല. എന്റെ മോളെ, നീ പറഞ്ഞില്ലേ കമലേശ്വരത്തെ ജോലിക്കാരിയാക്കാനാണ് കണ്ണനുമായിട്ടുള്ള ബന്ധം ആലോചിച്ചതെന്ന്. അങ്ങോട്ട് ഞാനും പ്രതാപനും കൂടി പറഞ്ഞു വിട്ടത് അതിനു വേണ്ടി തന്നെയാ മോളെ. പക്ഷേ നീ അവിടെ ചെന്ന ശേഷം കൊച്ചമ്മയായില്ലേ. നിനക്ക് കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പകുതി കിട്ടിയില്ലേ. കണ്ണൻ മുതലാളിയും നീ മുതലാളിച്ചിയല്ലേ ഇപ്പോ. അങ്ങനെയുള്ള നിനക്ക്, കോടികൾ കൈകാര്യം ചെയ്യുന്ന നിനക്ക് 10 ലക്ഷത്തിന് എന്തെങ്കിലും പാടുണ്ടോ? $10 ലക്ഷം തന്നു കഴിഞ്ഞാ നിങ്ങൾ വീണ്ടും ചോദിക്കില്ലെന്ന് എന്താ ഉറപ്പ്? ചോദിക്കും. എനിക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ എനിക്ക് പണം തരണം. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റില് നമുക്കങ്ങ് പോകാം. കണ്ണേട്ടനോട് പറയാതെ ഞാൻ 1 രൂപ പോലും അക്കൗണ്ടിൽ നിന്ന് എടുത്തിട്ടില്ല. അതുകൊണ്ടല്ലേ 1 രൂപ ആവശ്യപ്പെടാതെ 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ടത്. കണ്ണേട്ടന്റെ അച്ഛൻ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നില്ലേ? നിങ്ങളുടെ അളിയനായിരുന്നില്ലേ? ആ അച്ഛന്റെ മരണത്തെ ചൊല്ലി വിലപേശല് നടത്തണോ? അയ്യോ എന്റെ മോളെ, കെട്ടിച്ചു വിടാൻ എനിക്കൊരു പെൺകുട്ടിയുണ്ട്. അതിന് അവളുടെ കാര്യങ്ങൾ കണ്ണേട്ടൻ നോക്കുമല്ലോ. എന്നാലും ഞാനൊരു അച്ഛനല്ലേ. ആ സമയത്ത് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെലവ് ചെയ്യണ്ടേ മോളെ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ലോണിന്റെ കാര്യം. 10 ലക്ഷം കിട്ടിയാലേ ബാങ്കുകാർക്ക് കൊടുക്കാനേ തികയൂ. 1 കോടിക്കടുത്തുണ്ട് ലോൺ. ഓ അതേ, ഞാനവിടെ സൂപ്പർവൈസർ ആയിരുന്ന സമയത്ത് കണ്ണായ സ്ഥലത്ത് 10-15 സെന്റ് സ്ഥലം വാങ്ങിച്ചിരുന്നു. ലോൺ എടുത്താ വസ്തു വാങ്ങിച്ചത്. പറമ്പിന്റെ ആധാരമൊക്കെ ബാങ്കുകാരുടെ കയ്യിലിരിക്കുക. പിന്നെ ഇപ്പൊ താമസിക്കുന്ന വീടിന് ലോൺ ഇല്ലെന്നാണോ വിചാരം? മാസാമാസം കിട്ടുന്നതൊക്കെ ബാങ്കുകാർ കൊണ്ട് തിന്നുക. നമുക്കൊന്നും കിട്ടുന്നില്ല. 10 ലക്ഷം തരാൻ പറ്റുന്നെങ്കിലേ തരാൻ നോക്ക്. അല്ലെങ്കിലേ ഒരൊറ്റ ഫോൺ കോൾ, അവിടെ തീരും നിന്റെയും കണ്ണന്റെയും ദാമ്പത്യം. അത് ഞാൻ അമ്മാവനെ വിളിക്കാം. വിളിച്ചിട്ട് പണം റെഡിയായെന്ന് പറയണം. അതിനപ്പുറം ഒന്നും എനിക്ക് കേൾക്കണ്ട. പോയിട്ട് വരട്ടെ മോളെ.
വന്നോ വാമേട്ടാ? എന്തായി? എന്റെ മുഖത്തെ ചിരി കണ്ടാൽ അറിഞ്ഞുകൂടെ എന്തായിന്ന്? ഇനി മഹാലക്ഷ്മി വെറും മഹാലക്ഷ്മി അല്ല, എന്റെ വേൾഡ് ബാങ്കാണ്. വേൾഡ് ബാങ്കോ? അല്ലെങ്കിലും മഹാലക്ഷ്മി എന്ന് പറയുമ്പോ നമുക്ക് പണം തരേണ്ടവളല്ലേടി. പണം ഇങ്ങനെ കുടം കമിഴുന്നത് വരെ എടുത്തു തരേണ്ട ലക്ഷ്മി ദേവിയല്ലേടി. ഇവിടെ അവള് കനിഞ്ഞു. അവളുടെ രണ്ടാനച്ഛൻ പ്രതാപനാണ് വിശ്വനാഥൻ ഓടിച്ച ബൈക്കിലേക്ക് ലോറി ഇടിച്ച് കയറ്റിയതെന്ന് പറയാതിരിക്കാൻ. അവൾ എനിക്ക് തരാൻ പോകുന്നത് 10 ലക്ഷം രൂപയാ. നേരാണോ? എന്റെ നാവ് നേരുന്നെറിയുള്ള നാവാണെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ ഇപ്പൊ പറഞ്ഞത് 100% നേരാ. 5 ലക്ഷം പറയാമെന്ന് പറഞ്ഞാ പോയത്. പിന്നെ അവളുമായിട്ട് സംസാരിച്ചപ്പോ അവക്ക് നല്ല പതർച്ചയുള്ളതായിട്ട് തോന്നി. അപ്പൊ പിന്നെ 5-10 വന്ന് കരുതി. അത് കിട്ടുമോ? ഉറപ്പായിട്ടും കിട്ടും. അതുമാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഞാൻ പോയി 10ഉം 15ഉം ഒക്കെ ചോദിക്കും. അതവള് തന്നേ പറ്റൂ. വലിയ വലിയ സത്യങ്ങള് നമ്മൾ മൂടി വെച്ച് നടക്കുന്നതിന് നമുക്കുള്ള പാരിതോഷികമാ ഈ പണം. അതെ, ഇവിടെ സത്യം പറഞ്ഞ തെറ്റ് ചെയ്ത നിങ്ങളും പ്രതാപനോ കൊന്നതിനേക്കാളും വലിയ കുറ്റമാ കൊല്ലിച്ചത്. അങ്ങനെ നിങ്ങൾ പ്രതാപനെ കൊണ്ട് വിശ്വേട്ടനെ കൊന്നിട്ടാ ഈ പണം ഇപ്പൊ തട്ടിയെടുക്കുന്നത്. ഓ, അതൊക്കെ നീ ഇനി നടന്ന് പറയാതിരുന്നാ മതി. ഇപ്പോ ആർക്കും ഒന്നും അറിയില്ല. ആരാ പറഞ്ഞ അറിയില്ലെന്ന്? പ്രതാപനും പ്രതാപന്റെ മോക്കും അമ്മയ്ക്കും ഒക്കെ ഇതിനെപ്പറ്റി അറിയത്തില്ലേ? അവരറിഞ്ഞെന്ന് കരുതി ആരോടൊന്നും പറയാൻ പോകുന്നില്ല. അങ്ങനെ പറയാൻ അവർക്ക് പറ്റത്തില്ല. പ്രതാപനാണ് വിശ്വനാഥനെ കൊന്നെന്നറിഞ്ഞ കരുണയുടെ ജീവിതം അവിടെ തീരും. അതുകൊണ്ട് ആ ഭാഗത്തെ പറ്റി നമ്മൾ ചിന്തിക്കണ്ട. പ്രതാപൻ അസുഖം മാറി വന്നു കഴിഞ്ഞാൽ അവന്റെ നാവിന്ന് സത്യങ്ങൾ പുറത്തു വരാൻ പോകുന്നില്ല. ചുരുക്കി പറഞ്ഞ ഇത് വെച്ച് ഇനിയുള്ള കാലം നമ്മൾ ലാവിഷായിട്ട് ജീവിക്കാൻ പോവുക. അല്ല, ഇനി സത്യങ്ങൾ മഹാലക്ഷ്മി കണ്ണനോട് പറഞ്ഞാലോ? അവള് പറയത്തില്ല. അതുകൊണ്ടല്ലേ ഞാൻ ചോദിച്ചപ്പോ തന്നെ 10 ലക്ഷം തരാമെന്ന് പറഞ്ഞത്. ഓ, അല്ല, ഈ കാര്യം അവൾ അനന്തുവിനോട് ലേഹയോടും ഒക്കെ പറയില്ലേ? അപ്പോ അവരിതിനെ എതിർത്താലോ? ഓ, നീ കടന്നൊന്നും ചിന്തിക്കല്ലേടി. ഇപ്പോഴേതായാലും എല്ലാം നമ്മുടെ വഴിക്കാ. കണ്ണന്റെ സ്വത്തിന്റെ പകുതിയാ മഹാലക്ഷ്മി കൈക്കലാക്കിയത്. അവക്കതിനുള്ള അർഹതയുണ്ടോടി. അപ്പോ അതിന്റെ നല്ലൊരു ഭാഗം നമുക്കൂടെ കിട്ടണം. അത് ഞാൻ മുതലാക്കും. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, സ്വാതിമോക്ക് നല്ല ആലോചന വരട്ടെ. അത് നടത്താനേ നമുക്ക് വലിയ പ്രയാസമില്ലെന്നേ. അതുപോലെ മേഘന്റെ ചികിത്സയ്ക്കും ഇനിയൊരു തടസ്സമില്ല. നമ്മൾ ശരിയായ ദിശയിലാടി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നീ ഭക്ഷണം എടുത്തു നോക്ക്. ഞാൻ ഈ വേഷമൊക്കെ ഒന്ന് മാറി മനസമാധാനത്തോടെ എന്തെങ്കിലും ഒന്ന് കഴിക്കട്ടെ. ഇത് വെച്ച് ബ്ലാക്ക്മെയിലിംഗ് ചെയ്യുവാണെങ്കിൽ നമ്മൾ പെട്ടുപോവല്ലോ. കണ്ണന്റെ അച്ഛന്റെ മരണത്തിൽ അയാൾക്ക് പങ്കുണ്ടോന്ന് മഹിക്കും മഹിയുടെ അമ്മയ്ക്കൊക്കെ സംശയമുണ്ടല്ലോ. അങ്ങനെ പങ്കുള്ള ഒരാള് ഈ രീതിയിൽ ബ്ലാക്ക്മെയിൽ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അയാൾ അതും ചെയ്യും, അതിനപ്പുറവും ചെയ്യും. അത്രയ്ക്ക് മനസാക്ഷിയില്ലാത്ത ഒരുത്തനാ. അനന്തോടൻ അയാളോട് സത്യങ്ങൾ തുറന്നു പറഞ്ഞതാ എല്ലാ കുഴപ്പങ്ങൾക്കും കാരണമായത്. ഞാൻ ആകെ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ അനന്തുവേട്ടാ. അയാൾ 10 ലക്ഷം രൂപയാ ചോദിച്ചിരിക്കുന്നത്.
ഇന്ന് 10, നാളെ 20, അങ്ങനെ പോകും സംഖ്യകൾ. ഒരിക്കൽ ബ്ലാക്ക് മെയിലിങ്ങിന് വിധേയായി കഴിഞ്ഞാ പിന്നെ രക്ഷയില്ല അനന്തോട്ടാ. കണ്ണൻ സത്യങ്ങൾ അറിയാത്തതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. നമ്മുടെ നാവിന്ന് അവനൊന്നും അറിഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. അല്ലാതെ അവനൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരിക്കലും മഹി അകറ്റി നിർത്തുമായിരുന്നില്ല. ഇനിയിപ്പോ പറഞ്ഞിട്ടും കാര്യമില്ല. എല്ലാം കഴിഞ്ഞപ്പോ സത്യം അറിയിച്ചതുപോലെ ആയിപ്പോവും. 10 ലക്ഷം രൂപ ക്യാഷായിട്ട് കൊടുക്കാനൊക്കെയാ പറയുന്നത്. അയാളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഇട്ട് കഴിഞ്ഞാൽ കണ്ണേട്ടൻ ചിലപ്പോൾ അത് അറിയുമല്ലോ. 10 ലക്ഷം രൂപ പിൻവലിച്ച അവനറിയില്ലേ? ഉറപ്പായിട്ടും അറിയും. അവനോട് പറയാതെ പണം പിൻവലിക്കുന്നത് ഏറ്റവും വലിയ തെറ്റാ. പറഞ്ഞോണ്ട് എങ്ങനെ പിൻവലിക്കും? അങ്ങനെയെങ്കിൽ എന്തിനാന്നുള്ള ചോദ്യം വരില്ലേ? ഇപ്പോഴത്തെ അവന്റെ മാനസികാവസ്ഥയിൽ അവൻ ചോദ്യം ചെയ്യാനൊന്നും പോകുന്നില്ല. എങ്കിലും അവന് ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സ്വന്തം മോൻ മുകളിലേക്ക് നോക്കി കിടക്കുക. മേഘൻ ഇതുവരെയും ഒരു പുരോഗതി ഉണ്ടായിട്ടില്ല. ആ നേരത്താ അയാൾ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത്. പണം എവിടെന്നെങ്കിലും കിട്ടുമെന്ന് കണ്ടാ ബന്ധോ സ്വന്തം മറക്കുന്നവനാ. അതുകൊണ്ടാ കണ്ണന്റെ അച്ഛന്റെ ആ ആക്സിഡന്റിന് പിന്നിൽ അയാളുണ്ടോന്ന് ഞാൻ സംശയിക്കുന്നത്. പെങ്ങൾക്ക് ബന്ധമുണ്ടാക്കി കൊടുത്ത ആള് തന്നെ അത് അറുത്ത് മാറ്റിയോന്നാ എന്റെ സംശയം. പണം കൊടുത്തോണ്ടുള്ള ഒരു ഇടപാടും വേണ്ട മഹി. ഈ പ്രശ്നം നമുക്ക് നിസ്സാരമായിട്ട് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. മാർക്കോയോടൊന്ന് പറഞ്ഞാൽ മതി. അതോടെ അയാളുടെ പണത്തിനോടുള്ള ആർത്തി തീർത്തോളും. ചിലപ്പോൾ ഇനി പണം ചോദിക്കാൻ ആള് പോലും കാണില്ല. പക്ഷേ ഇവിടെ വ്യക്തമായ തീരുമാനം എടുക്കേണ്ടത് മഹിയാണ്. ഞാൻ ചില വ്യക്തമായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അനന്തുവേട്ടാ. ഇനി അതിന്ന് ഞാൻ പിന്നോട്ടില്ല. എന്ത് സംഭവിച്ചാലും ഈ പ്രശ്നത്തിനൊരു അവസാനം കാണണം. മഹി, എങ്ങോട്ട് പോവാ? അത് ഞാൻ വന്നിട്ട് പറയാം. മഹി പോകുന്നത് മാർക്കോയെ കാണാനോ അതോ കണ്ണനെ കാണാനോ? ഒന്നും അറിയില്ല. മാർക്കോയുടെ കാര്യം പറഞ്ഞപ്പോഴാണല്ലോ എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ പോയത്. ആരാന്ന് വെച്ച് കണ്ടിട്ട് വരട്ടെ. പക്ഷേ ഈ സമയത്ത് മഹി ഇങ്ങനെ ഓവർ ടെൻഷൻ ആവാൻ പാടില്ല എന്തോട്ടാ. ഇപ്പൊ തന്നെ താങ്ങാവുന്നതിനും അപ്പുറമായി. എന്തായാലും കണ്ണേട്ടന്റെ അച്ഛൻ ആക്സിഡന്റിൽ മരിച്ചു. പിന്നെ അത് ഇത്രയും നാളും മഹിക്ക് കണ്ണേട്ടനിൽ നിന്ന് മൂടി വെക്കേണ്ട ഒരു ആവശ്യമില്ല.